പന്തളം നഗരസഭയിൽ ബി.ജെ.പി വീണ്ടും അധികാരത്തിലേക്ക് 3 വിമതന്മാരെ ഒപ്പം നിർത്തിയ ബി.ജെ.പി ഒരു സ്വതന്ത്രന്റെ പിന്തുണ കൂടി ഉറപ്പാക്കി. ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച അച്ഛൻ കുഞ്ഞ് ജോണാണ് നഗരസഭാ ചെയർമാനായത്. ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ 2 ദിവസം ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനങ്ങളാണ് ബി.ജെ.പിയെ തിരികെ അധികാരത്തിലെത്തിച്ചത്. ഏറെ നാടകീയതകൾക്ക് ശേഷമാണ് പന്തളത്ത് ബി.ജെ.പി വീണ്ടും അധികാരത്തിലെത്തിയത്. ഓപ്പറേഷൻ കമലയെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു രാവിലെ ബി.ജെ.പി കൗൺസിലർമാർ എത്തിയത്. വിമത നേതാവ് കെ.വി. പ്രഭ ഉൾപ്പെടെ 18 കൗൺസിലർമാരും ബി.ജെ.പി നേതൃത്വം ഏർപ്പാടാക്കിയ ട്രാവലറിലെത്തി. തുടർന്ന് 11 മണിയോടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചു. 18 ബി.ജെ.പി കൗൺസിലർമാരുടെ പിന്തുണയ്ക്ക് പുറമെ ഒരു സ്വതന്ത്രന്റെ കൂടി പിന്തുണയോടെ ബി.ജെ.പി വീണ്ടും അധികാരത്തിലെത്തി. അച്ഛൻ കുഞ്ഞ് ജോൺ നഗരസഭാ അധ്യക്ഷനായി. ബി.ജെ.പി ഒറ്റക്കെട്ടാണെന്നും ഇന്ത്യ സഖ്യത്തിനുള്ള തിരിച്ചടിയാണ് പന്തളത്തെ തിരിച്ചുവരവെന്നും ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കുള്ള ക്രിസ്മസ് സമ്മാനമാണ് അച്ഛൻ കുഞ്ഞ് ജോണിന്റെ വിജയമെന്നും കൃഷ്ണകുമാർ. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള പന്തളം നഗരസഭയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ശ്രീ അച്ഛൻ കുഞ്ഞ് ജോണിനെ ചെയർമാനാക്കിക്കൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ക്രിസ്മസ് സമ്മാനമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്നിവിടെ നൽകിയിട്ടുള്ളത്. നഗരസഭയിലെ അഴിമതിയെയും പടലപ്പിണക്കങ്ങളെയും തുടർന്നാണ് കെ.വി. പ്രഭ ഉൾപ്പെടെ 3 ബി.ജെ.പി കൗൺസിലർമാർ ഭരണസമിതിയുമായി തെറ്റിയത്. കെ.വി. പ്രഭ കൂടി ഒപ്പിട്ട അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തലേ ദിവസം അധ്യക്ഷനും ഉപാധ്യക്ഷനും രാജിവെച്ചൊഴിഞ്ഞു. തുടർന്ന് സി കൃഷ്ണകുമാർ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനങ്ങൾക്കൊടുവിൽ 3 വിമതന്മാരും തിരികെ ബി.ജെ.പിയിലേക്ക്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് പന്തളത്തെ ബി.ജെ.പിയുടെ പ്രവർത്തനമെന്നും പണമെറിഞ്ഞ് വിമതരെ ബി.ജെ.പി തിരികെ പിടിക്കുകയായിരുന്നുവെന്നും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലസിത ടീച്ചർ പറഞ്ഞു. ഈ വിമതന്മാരെ പിടിക്കാനായിട്ട് പാലക്കാട്ട് നിന്ന് പറഞ്ഞ നേതാക്കന്മാര്, മറ്റു പല സ്ഥലത്തു നേതാക്കന്മാർ വന്നിട്ട് കാശെറിഞ്ഞ് ഈ 3 പേരെ അവരുടെ കൂടെ കൂട്ടി എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ LDF ഒരു കാരണവശാലും രാഷ്ട്രീയ കുതിര കച്ചവടത്തിന് മുതിരുന്നില്ല എന്ന് തീരുമാനിച്ചു. വോട്ടെടുപ്പിൽ നിന്നും കോൺഗ്രസിന്റെ 4 കൗൺസിലർമാർ വിട്ടുനിന്നിരുന്നു. ബി.ജെ.പി വിമതന്മാരിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കാത്തതുകൊണ്ടാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതെന്നും ഒരഴിമതിക്കാരൻ മാറി മറ്റൊരഴിമതിക്കാരൻ ഭരണത്തിൽ വരിക മാത്രമാണ് ചെയ്തതെന്നും കോൺഗ്രസ് കൗൺസിലർമാർ പറഞ്ഞു. ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ള രീതിയിൽ ഈ പറയുന്ന പ്രഭ ഉൾപ്പെടെ കൊണ്ടുവന്ന അവിശ്വാസത്തെ കൊണ്ടുവന്നവർ തന്നെ ഇല്ലാതാക്കി എന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റും. 3 വിമതർക്ക് പുറമെ ഒരു സ്വതന്ത്രന്റെ പിന്തുണ കൂടി ഉറപ്പാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. കെ.വി. പ്രഭ ഉൾപ്പെടെയുള്ള ബി.ജെ.പി കൗൺസിലർമാർ തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും ബി.ജെ.പി വിമതന്മാരെല്ലാം പണസ്വാധീനത്താൽ വീണുപോയെന്നുമാണ് പ്രതിപക്ഷ ആരോപണം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.